ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു പറ്റേ. ആദ്യമായിട്ടാ ഞാൻ ഇടിച്ചിട്ട് എന്നെ ഒരാൾ തിരിച്ചിരിക്കാത്തത്. താങ്ക്സ് ഡാ. ഒരു ഒറ്റ ഇടിയാ പറ്റുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. എനിക്കെല്ലാമായി തൃപ്തിയായി. അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. ഇതിനെന്ന് ഞാൻ ചവിട്ടി കൂട്ടും. ചോര കണ്ട് ഐശ്വര്യ എനിക്ക് കോംപ്രമൈസ് ഇല്ല. അപ്പൊ ശരി എന്നാൽ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇതേതാണ് ഈ വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്കാരൻ കാട്ടിലൊറ്റക്ക് ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. നിനക്ക് കൊല്ലാൻ പറ്റുമോ? കൊല്ലാനൊന്നും പറ്റത്തില്ല. നമുക്ക് ധൈര്യം സംഭരിക്കാടാ. എന്തിനു കൊല്ലാനാ? അല്ല, മുങ്ങി നടക്കാനായിട്ട്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. തോക്കിന്റെ കേസിലെ സീനാകും. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വവ്വാലിനും ജുബേം ഉണ്ട് കിട്ട മാതിരി. അവിടെ നിൽക്കാനാ പറഞ്ഞേ. മര്യാദക്ക് പറഞ്ഞ ഈ പെണ്ണ് കേക്കില്ലല്ലേ? ഞാൻ നിന്നെ ഞാൻ ശരിയാക്കി തരാം. മലയാളം പറഞ്ഞ മലയാളിയാവില്ല, പക്ഷെ ഒരു കൊല ചെയ്താ കൊലയാളിയാവും. ആവും. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇവരെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? ആ കുട്ടീനെ തല്ലിന് പകരം ചോദിക്കാൻ വരികയാണോ? ഇതിനൊക്കെ ഒന്ന് ജയിലിൽ പോയാലും വേണ്ടില്ല. ഇത് ഏത് രാജാവിന്റെ പടമാണ്? മധ്യ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാ. പേര് ശശി. ഒന്ന് പോടാ പോത്തെ. എന്റെ രാജയോഗത്തിന് തൊട്ട ഞാൻ പുലിയാകും. പുലിയും ഭയങ്കരം തന്നെ. ഇത് ചെറുത്ത് വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്തുവാടാ നോക്കുന്നത്? ഒരു ജെറ്റ് വിമാനം പോകുന്നുണ്ടല്ലോ. ജെറ്റ് വിമാനം ഇവിടെ ഓലയുടെ ഇടയ്ക്കട നോക്കി. നാളല്ലോടാ ജെറ്റ് വിമാനം നോക്കിയേക്കാം. കാള പോലെ വളർന്നില്ലയോ? പാപി ജനനോടത്ത് പാതാവെന്ന് പറഞ്ഞ പോലെ എന്റെ കണക്ക്. മോശം പറയുമല്ലോ. നല്ല ബെസ്റ്റ് അടി. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ഇനി ഒന്നും നോക്കണ്ട. അവരെ കണ്ടുകഴിഞ്ഞ് ഇങ്ങനെ വെടിവെച്ച് അവനെന്നെ ശരിക്കും അറിയില്ല. തമ്പുരാനത് ഏതായി മുറ? ഇത് മുറയല്ല. നീ ആരോടും പറയണ്ട. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളേ. ഇവിടെ ബോംബ് പൊട്ടിയിട്ട് ഞാൻ ചത്തില്ല. പിന്നെ അവന്റെ ഒരു പൂത്തിരി. അയ്യോ, എന്റെ കാഴ്ച പോയി. ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. ഇനിയുമുണ്ട്. രണ്ടുപേർ കൂടി ഉച്ചവിടെ. കിട്ടിയതൊന്നും മതിയായില്ല. ഇന്ന് നിന്നെയൊക്കെ വെട്ടിയരിഞ്ഞ് ഞാൻ എന്റെ വാഴയ്ക്ക് വളവിടും. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി. അടിച്ചു പൂസ് മലയാളി പോലെ മാസ്റ്റ് ഫ്രം ഡ്രങ്ക് ബേബി ഡാൻസ് സിമ്പിൾ മൂവ്സ് தெரியாது ഒളി നാടൻ മൂൺ വാക്ക് ആ വാളി കൊണ്ട് ഞാൻ പൂക്കളം ഇട്ടു കവലയിൽ ഞാൻ ആള് കളിച്ചു നോക്കി ചിരിച്ച ചേച്ചി മാറി തിരിഞ്ഞു നോക്കി ഞാൻ വിളിച്ചു ഡോണ്ട് catch a fun and the snow say I feel the energy പിടിച്ചു വെടിച്ചു കൊട്ടുപാട്ട് കെട്ടുപെട്ടു ഹെന്നസി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായല്ലോ.